നമ്മുടെ പൈസ എടുത്ത് ബാക്കി ചാണ്ടിച്ചാണ്ട് കൊടുക്കാവൂട്ടോ. അതത്രേ ഉള്ളൂ. അയാളുടെ കൈ പൈസ കിട്ടി കഴിഞ്ഞാ പിന്നെ 1 രൂപ പോലും നമുക്ക് കണി കാണാൻ. നീ വാ. നടക്ക് വേം. രാമ 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 വിഷ്ണുവരുടെ രക്ഷ കെട്ടിട്ട് രക്ഷയില്ലല്ലോ ഭഗവാനേ. മോളെ, ഡാഡി നിന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയില്ല. മുത്തച്ഛന്റെ അവസ്ഥ നിനക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആ പ്രതിമ ഇനി ഇവിടെ വേണ്ട. ഡാഡി, ഞാൻ പറയുന്ന വേണ്ട. നീ പറയാൻ പോകുന്നത് മുത്തച്ഛന് തോന്നലാണ് എന്നല്ലേ? ഒരുപക്ഷെ അത് ശരിയായിരിക്കാം. എന്നാലും വയസ്സുകാലത്ത് നിന്റെ മുത്തച്ഛനെ ബുദ്ധിമുട്ടിക്കണോ? അദ്ദേഹം സ്വസ്ഥമായിട്ടൊന്ന് മരിച്ചോട്ടെ. യെസ്, കം ഇൻ. വിളിച്ചുടാ. വാ വാ, ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. ആ കാശ് കിട്ടിയിരുന്നെങ്കിൽ ഈ പ്രതിമയുടെ ആൾക്ക് കൊടുക്കായിരുന്നു. അയാളെ കൊണ്ട് വലിയ ശല്യ. കാശ് കൊടുക്കാഞ്ഞത് വളരെ നന്നായി. ആ പ്രതിമ എടുത്തോണ്ട് പോയി തിരിച്ചു കൊടുത്തേക്കൂ. അതിനി ഇവിടെ വേണ്ട. അല്ല സാർ, അത് പിന്നെ നോ, ഇങ്ങോട്ടൊന്നും പറയണ്ട. Take that nasty statue. വാച്ചറേ, ആ ഗേറ്റും തുറന്നേ. ഇതിനെങ്ങോട്ട് കൊണ്ടുപോകുന്നു? പാരീസിലേക്കാ? അല്ല, നരകത്തിലേക്ക്. അപ്പൊ സ്വന്തം വീട്ടിലേക്ക് തന്നെ. പ്രയോഗം ഫലിക്കുന്നുണ്ട്. പോരട്ടെ പോരട്ടെ. വിഷ്ണു നമ്പൂതിരി പറഞ്ഞത് കറക്റ്റാ. വാത ഒഴിഞ്ഞു പോണ പോക്ക അതിന്റെ ലക്ഷണമാ ഇപ്പൊ കിട്ടിയത്. വാതയോ പോയി, രക്ഷപ്പെട്ട എനിക്കെന്തിനീ രക്ഷ? എന്തു പറ്റിടാ? നാശം. ശകടം വീണ്ടും കടായി. നീ ഒന്ന് ഇറങ്ങിക്കേ. അപ്പൂട്ട നീ ഇങ്ങോട്ട് ഇറങ്ങിയേ. ഞാൻ പ്രതിമ, എനിക്ക് പറ്റൂല. കേട്ടാ, നീ കൂടുതൽ ആദ്യം അടിക്കണ്ട. ആ ചാണ്ടിച്ചാണ്ടോടെ കലിയൊളിപ്പുണ്ടാവും. കാശില്ലാതെ അങ്ങോട്ട് ചെന്ന് അയാളുടെ വാലിരിക്കുന്ന കേൾക്കേണ്ടി വരും. നീ ഒറ്റൊരുത്തരാണ് കാരണക്കാരൻ. ഓ, ഇപ്പൊ ഞാൻ മാത്രം കുറ്റക്കാരനായില്ലേ? നിങ്ങൾ പറഞ്ഞ പോലൊക്കെ ഞാൻ ചെയ്തില്ലേ? ഇതിപ്പോ ഇങ്ങനെയൊക്കെ ആവുന്ന ഞാൻ കരുതിയാ. നിന്ന് വാചടിക്കാൻ വന്ന് വണ്ടിയാളടാ. ഞാൻ പ്രതിമ, ഞാൻ വണ്ടി തള്ളൂല. എന്റെ പണി അതല്ല. നീ നിന്റെ പണി ചെയ്യ്. സണ്ണി വന്ന് വണ്ടിയാളടാ. ഒന്നുകൂടെ ആടാ. വന്ന് കിട്ടിയാ? കിട്ടി കിട്ടി. സർവത്തണ്ട ഒരു ഗ്ലാസ് വെള്ളം എടുത്ത്. രാവിലെ തന്നെ തുടങ്ങി. ആ ഗ്ലാസ് എടുക്ക. ഇപ്പൊ തന്നെ ഓവറാണ്. ടച്ചിങ്സിനല്ലോടാ. ആശാനെ ആശാനെ എന്താടാ നീ നോക്കിയേ? അത് നമ്മുടെ പള്ളിയിലെ രജനിയല്ലേ? നല്ല കുട്ടിയാ. ആശാനെ, ഈ പെണ്ണിന്റെ കാര്യം മാത്രമേ ഉള്ളൂ. അതല്ല, നീ ഒരു വെളുത്ത സാധനം. എന്ത് സാധനമാണത്? റമ്മ് റമ്മ്. അതല്ലേടാ, അതെന്ത് സാധനമാണെന്നോ? അതാണ് അങ്ങോട്ട് ചെന്ന് നോക്കണം. ഇപ്പൊ കണ്ടുപിടിക്കൂലല്ല. ഇനി നമുക്ക് അങ്ങോട്ട് ചലിക്കാം. അമ്മേ, ആശാനെ, ഇത് പ്രതിമയാ. പ്രമിതേ? പ്രമിതല്ല, പ്രതിമ. നല്ല ഒന്നാന്തരം വെണ്ണക്കല്ലി കൊത്തിയ പ്രതിമ. വെള്ളക്കല്ലി കൊത്തിയ പ്രതിമ അല്ലടാ ഇത്. ഇത് നല്ല ഒന്നാന്തരം അരിയ. വെള്ളാഞ്ഞിലി കാതലില്ല. ഇത് ചലിക്കോ? ചലിക്കൂല, ചലിപ്പിക്കും. കീ കൊടുത്താ ചലിക്കാത്ത സാധനം ഉണ്ടാടാ. മുമ്പോട്ട് പോവും. ഇത് തിരിച്ചാ പോലെ നമ്മുടെ സ്വന്തം സാധനമാണ്. ഒന്ന് പറഞ്ഞു കൊടുക്കടാ, കീ കൊടുത്താ മുമ്പോട്ട് പോകുന്നു. ഇവന്മാരെ കൊണ്ട് പ്രശ്നമാവുന്ന തോന്നണം. ഇതെങ്ങനെ ആശാനെ ചലിക്കാൻ? ചാവി കൊടുക്കണം. അത് നിന്റെ ചാവി എവിടെ? എടാ, എല്ലാ പാവടയും ഒരേ സ്ഥലത്തായിരിക്കും ചാവി. അതെവിടെന്നാ ചോദിച്ചത്? എടാ, എല്ലാ പാവടയും മൂട്ടിലാണ് ചാവി കൊടുക്കുക. എന്റെ മോക്കൊരു പാവ വാങ്ങി, അതിന്റെ മൂട്ടിലാണ് ചാവി. ഓ, അങ്ങനെ ഒരു കണക്കിന് സ്റ്റാർട്ടായി. എടാ, അപ്പൊ കൂടി ചുറ്റും ആള് കൂടിയിരിക്കുന്നു. എന്തോ പ്രശ്നമുണ്ട്. എടാ, ചാവി എവിടെ? നോക്കിക്കാതെ ചാവി കൊടുക്കണ സ്ഥലം കണ്ടുപിടി. ഇത് എവിടെടാ? കാണുന്നില്ലല്ലോ. എന്താ ആശാന ശിക്ഷണം തപ്പണേ? കീ കൊടുക്കണ സ്ഥലം കണ്ടുപിടിക്കണോ? ഇവിടെ തോന്നണ്. അവിടെ തന്നെ ആയിരിക്കുമോ? അവൻ അനുഭവിക്കട്ടെ. അങ്ങനെ തന്നെ വേണം. നീ വന്ന് വണ്ടി കയറ്. നീ വാ, നമുക്ക് അപ്പുറത്തേക്ക് തള്ളി മാറ്റിയിടാം. ഇതിന്റെ സുനാലിറ്റി കാണുന്നില്ലല്ലോ. നീ സാധനം എടുത്ത് ഇതല്ലടാ, ആ ബ്രഹ്മിയുടെ അടുത്ത്. ഇത് തന്നെ. നാശം, എന്റെ പണി തീരുന്ന തോന്നണേ. കായും കീയൊന്നല്ല, ഇത് ചലിക്കുന്ന പാവയാ. പാട്ട് പാടാനൊന്നും ഇപ്പൊ ഞാനില്ല. നാളെ മെനക്കെടുത്താൽ പോവാൻ നോക്ക്. ആശാൻ, ഇത് പഞ്ചാബിയാ. ആരായാലും എന്താ, മലയാളം പറഞ്ഞാൽ മനസ്സിലാവൂലേ?
മനസ്സിലാവൂല ഹിന്ദിക്കാരനാ ഹിന്ദി എന്നാ നീ പറഞ്ഞ് മനസ്സിലായിക്കോട്. सर इधर गुड़िया में चाबी करेगा इधर चलते मिलते मिलते करता है ये गुड़िया चलेगा वंडरफुल വണ്ടർഫുൾ അങ്ങനെ ഫുൾ ये बेचेगा ബച്ചന്റെ മോഹൻലാലിനൊന്നും അല്ല ഇത്. ഇത് ഞങ്ങളുടെ സ്വന്തം സാധന ഇത്. ആ. ആശാൻ ഇത് വിൽക്കാനുണ്ടോ ചോദിക്കണത് ഏ അതേന്ന് പറഞ്ഞു കൊടുക്കണ. അതെ ഫോർ സെയിൽ कितना पैसा चाहिए വില പറ ആശാനെ വില പറ നീ പറയടാ. ആശാൻ പറ നീ പറ. ആശാൻ പറ എനിക്കൊരു 5000 രൂപ കിട്ടണം. അപ്പൊ എനിക്കില്ലേ നിന്റെ കമ്മീഷൻ നീ പറ. 7551 രൂപ 83 കണക്ക് എന്താ? പൈൻറ്റ് മേടിച്ചില്ലേ सर गुड़िया मैम 1 2 3 4 5 7 6 हाफ 7551 രൂപ कोई बात नहीं मुझे चाहिए ആശാനെ കോളടിച്ച് വേഗം കീ കൊടുത്തോ ഇപ്പൊ ശരിയാക്കി തരാം. देखो देखो എല്ലാവരും മാറിക്ക്, എല്ലാവരും മാറിക്ക്. ഇതൊന്ന് ഒരച്ച് മൂർച്ച വെക്കട്ടെ. ആ. ഉന്നം തെറ്റല്ലേ ഉന്നം തെറ്റല്ലേ അടിപൊളി 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 ആശാനെ ആശാ പറഞ്ഞ നേരാണ് അത് നടക്കാൻ തുടങ്ങി വേഗം കീ കൊടുത്തോ എല്ലാവരും മാറുന്നേ എല്ലാവരും മാറുന്നേ കൊടുക്കാശാനെ ഞാൻ റെഡിയാടാ. വേണ്ട അടുക്കരുത്. ആശാനെ, मेरा व्हाइट मैन പ്രതിഭ അതിന്റെ പാട്ടില് കലത്തെ പൊളിത്തെ കലത്തെ പൊളിത്തേക്ക് നീ ആ സാരിയുടെ അടുത്ത് എന്നാ ഇതല്ലടാ റമ്മട്. എവിടെ ആ കിട്ടി കിട്ടി എന്നാ ഇത് ഒരു പണി. ഇത് ആ, ആ. मे- പോടാ. അല്ല 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 റമ്മ കിട്ടൂല പോ. मेरा गुड़िया ഒറ്റടി കണ്ടിട്ടില്ല. കുടിയാതെ വിളിക്കണ. പോടാ. ആ നിർത്ത് 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 ആ ആ, താനോട് നിന്നാ മതി അത് പറ്റില്ല ഞാനും കൂടെ വരും താൻ അങ്ങോട്ട് വന്നാൽ ശരിയാവത്തില്ല അതെന്താ ആ മേനൊരു പ്രത്യേക ടൈപ്പാ കലാകാരന്മാരെ ഇഷ്ടമല്ല പ്രത്യേകിച്ച് മുടി നീട്ടി വളർത്തിയ ശില്പികളെ ആ പിള്ളേരെ പറഞ്ഞയച്ച ശവങ്ങള് പോയാ പോയടം ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം നോക്കാൻ പോയിട്ടേ എന്നെ ആക്കരുത് ഹേയ് കാശ് കിട്ടും തീർച്ച അതുവരെ അതെ ഇവിടെ ഇരിക്കണം ആട്ടോയുടെ കാശും കൊടുത്തേക്കണേ ആ, ചേട്ടാ ആ. അതെ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഈ പോകുന്ന കാര്യത്തിന് വേണ്ടി ഞാൻ കുറെ നാളായി വെയിറ്റ് ചെയ്യുന്നു തനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വണ്ടിയിൽ നല്ലൊരു ലോഡ് ഉണ്ടല്ലോ അതിനെ കൊണ്ട് വെക്കോ വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഇനി ആ ചാന്റെ കണ്ട വിടരുത് കുത്തിന് പിടിച്ച് കാശ് വസൂലാക്കണം കുറെ നാളെ അവൻ മുങ്ങിയടക്കാൻ തുടങ്ങിയിട്ട് എന്റെ മസിൽ പവർ അവൻ അറിഞ്ഞിട്ടില്ല ഈ മസിലും വീർപ്പിച്ച് നടന്നിട്ട് എന്താ കാര്യം ഒന്നുകിൽ കാശ് അല്ലെങ്കിൽ ചാണ്ടി അതാ വേണ്ടത് ആ. അവന്റെ കടയിൽ പോയി നോക്കാം വന്ന് കേറ് പോ കിട്ടോ എടാ സണ്ണി ചാണ്ടിച്ചേട്ടൻ അയ്യോ ചാണ്ടിച്ചാണ്ടിനകത്ത് ആരാ കയറ്റിയേ കേറ്റിയതല്ല കേറി പോയതാ ആ കരാട്ടെ സുലൈമാനും അപ്പുണ്ണി എന്നെ തേടി പീഡിയയിലോട്ട് പോയിട്ടുണ്ട് നീ എന്നെ ഒന്ന് ഇറക്ക് അതൊക്കെ സൂക്ഷിച്ച് ഈശോയെ. പോയാലും എന്തായി അതെ പുറകിലുണ്ട് ഉത്തരവാദിത്വ ബോധം ഇല്ലാത്തവന്മാര് പണം ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെക്കേണ്ടതല്ലേ അലക്ഷ്യമായി പുറവശത്താണോ വെക്കുന്നത് എന്താ ഇത് യവനെ എന്തിനു ഇവിടെ കൊണ്ടുവന്നു മായയുടെ അടി ഇവരെ തിരിച്ചു കൊണ്ടുപോകണം പറഞ്ഞു യവനെ കിട്ടിയിട്ട് നമുക്ക് എന്ത് കാര്യം ആ ശില്പി മുടിയ മിത്രൻ ആട്ടോയിലിരിക്കുന്നു അപ്പുണ്ണി ശകുനിന്റെ പീഡിയയിലേക്ക് പോയിരിക്കുന്നു കർത്താവേ ചെകുത്താനും കടലിനും ഇടയിൽ പെട്ട പോലെ ആയല്ലോ ഞാൻ ചാണ്ടിച്ചേട്ടനൊന്ന് സമാധാനപ്പെട് സമാധാന നടപ്പിലൊക്കെ നേരി കോഫി എണ്ണനോ കാശില്ലാതെ ഇനി പിടിച്ചു നിൽക്കാൻ കഴിയില്ല അതിന് നമുക്കൊരു വഴി ഉണ്ടാക്കാം ഓ അതിന് ഇനി വഴിയും പറ്റണോ ഇവിടെ നിന്ന് ആകെ അൽക്കുൽത്താവും നമുക്ക് മുങ്ങാം എന്തോന്നാ മലർന്നെന്തോണ്ട് കാര്യമല്ലേ എന്നിട്ട് പ്രതി പോലെ നിക്കണേ പിടിച്ചു നിർത്തണേ വണ്ടി വിടണേ